Dear parents, good morning. Sudhir Balachandran, Nakshatra Preschool for Little Wonders. ഒരു കൊല്ലം കഴിഞ്ഞു ആൻഡ് വി ആർ ഇൻ ദ ന്യൂ ഇയർ 2025 ആൻഡ് ഓൾമോസ്റ്റ് ഒരു 25, 26, 27 പെർഹാപ്സ് കുട്ടികൾ നമ്മുടെ അടുത്തുണ്ട്. ആൻഡ് ഇതിൽ കുറേ കുട്ടികൾ കുറേ ഒരു വർഷമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ വരും, കുറേ ആൾക്കാർ സംസാരിക്കും. അതിൽ കുറേ ആൾക്കാർക്ക് മനസ്സിലാവില്ല അത്, ബിക്കോസ് അവർക്ക് ഈ പുതിയ ടീച്ചിങ് ടെർമിനോളജീസ് അല്ലെങ്കിൽ പുതിയ ടീച്ചിങ് മെത്തഡോളജീസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ അറിയില്ല. അവർ ആ പ്രിമിറ്റീവ് പഴയ കാലത്ത് ഒരു പഠിപ്പിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ സ്കൂൾസിൽ, അതിലാണ് അവർ ഫോളോ ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം എപ്പോഴും ആലോചിക്കണം, നമ്മുടെ കുട്ടികൾ ഇത്ര പഠിച്ചിട്ടും ഇത്ര മാർക്ക് വാങ്ങിച്ചിട്ടും ഇതെല്ലാ കോഴ്സുകളും സർട്ടിഫിക്കറ്റും വാങ്ങിച്ചിട്ടും ഈ പാവങ്ങൾ ഒരു ജോലിക്ക്, നമ്മുടെ നാട്ടിലെ പഠിച്ച കുട്ടികൾ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി എന്താ കിട്ടാത്തത്? നിങ്ങൾ വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ച് നോക്കി. ഞാൻ ഒന്നും കൂടി പറയാം, നമ്മളുടെ കുട്ടികളോട് എല്ലാം നന്നായി പഠിപ്പിക്കുന്നു, ട്യൂഷൻ അത് ഇത് വലിയ ബാഗൊക്കെ തൂക്കി ആ ട്യൂഷൻ ഈ ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞ അച്ഛനമ്മമാർ കുറേ കാശ് ചിലവാക്കിയിട്ട് വിടും. എല്ലാവരും ആഗ്രഹം ഉണ്ടാവും കുട്ടികൾ നന്നായി പഠിക്കണം പറഞ്ഞിട്ട്. പക്ഷേ എല്ലാം ചെയ്തിട്ട് ഒരു 8-9 ലക്ഷം അല്ലെങ്കിൽ 4-5 ലക്ഷം കൊടുത്തിട്ട് അവർ MBA പോസ്റ്റ് ഗ്രാജുവേഷൻ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. എന്നാലും പിള്ളേർ ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡിനറി ആൾക്കാരെക്കാട്ടിലും മോശമായിട്ട് പെർഫോം ചെയ്യും. അതിൻ്റെ കാരണം ആ പഠിപ്പിക്കുന്ന സ്റ്റൈല്, അല്ലെങ്കിൽ ആ പഠിപ്പിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ പഠിപ്പിക്കുന്ന കരിക്കുലം, അല്ലെങ്കിൽ ആ പഠിപ്പിക്കേണ്ട വിധി തെറ്റാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനിത് പറയണം ബിക്കോസ് ഞാൻ ഓരോരോ സ്കൂളിലും, ഞാൻ 1-2 സ്കൂളോ അല്ല പാലക്കാടിൽ 4 സ്കൂളിൽ ചുറ്റിയ ആളല്ല. ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഇവിടെ 3 കൊല്ലം ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ടെനറിൽ ഞാൻ എവിടേക്കാണ് ഒരു മാനേജറിയൽ റോളിൽ ഞാൻ എന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ്റെ പഴയ കമ്പനീസിലെ എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസിലാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ പോകുമ്പോൾ ഉഷാൻ്റെ ഭാര്യ സ്കൂൾസിലുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എല്ലാം അവിടുത്തെ ട്രെയിനിങ്. അപ്പോൾ ആ സ്കൂൾസ് ഞാൻ പോയി ഒബ്സർവ് ചെയ്യാറുണ്ട്. മൈ മെയിൻ ക്വാളിറ്റി ഈസ് ദാറ്റ് ഐ എം എ വെരി ഗുഡ് ഒബ്സർവൻറ്റ്. അവിടെ ഒബ്സർവ് ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ അവരെ പഠിപ്പിക്കുന്ന സ്റ്റൈല്, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ സ്കില്ല്, ഇതൊക്കെ ഞാൻ അറിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തുകൂടെ ഇവിടുത്തെ സ്കൂളിൻ്റെ കുട്ടികൾക്ക് കിട്ടില്ല. അത് നിങ്ങളിപ്പോൾ കരിക്കുലം എന്നൊക്കെ പറഞ്ഞാൽ കരിക്കുലം ഈസ് സംതിങ് വിച്ച് ഈസ് ഗിവൻ ടു എവ്രി വൺ. ഒരു പുസ്തകം, ഫോർ എക്സാമ്പിൾ ഐ ടോൾഡ് യു ലാസ്റ്റ് ടൈം ഓൾസോ, ഇങ്ങനത്തെ ഒരു പുസ്തകം വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു കാൺ ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി. ദർ ഇസ് എ പേഴ്സണാലിറ്റി ഡ്രിവൺ ബുക്ക്. ഇറ്റ്സ് കോൾഡ് ആസ് പേഴ്സണാലിറ്റി പ്ലസ്. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ ബുക്ക്. അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് അവതരിപ്പിച്ച കുട്ടികൾക്ക്, അല്ലെങ്കിൽ ദ പീപ്പിൾ ഹു ആർ സീക്കിംഗ് ടു ഡെവലപ്പ് ദെയർ പേഴ്സണാലിറ്റി, അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് മനസ്സിലാവും. ഇതിന് വെറുതെ വാങ്ങിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും കുട്ടികൾക്ക് ഇത് മനസ്സിലാവില്ല. ടീച്ചേഴ്സിനും ഇത് പഠിച്ചിട്ട് ഒരു ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ലെങ്കിൽ ഈ പുസ്തകം വെറുതെ മേടിച്ചിട്ട് ഒരു ലൈബ്രറി വെച്ചിട്ട് ഒരു ടീച്ചറായിട്ട് നിൽക്കേണ്ടതിൽ ഒരു അർത്ഥമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എ ഗുഡ് ടീച്ചർ ഈസ് എ ടീച്ചർ ഹു നോസ് ദ ആർട്ട് ഓഫ് ഡെലിവറി. A good teacher is a teacher who knows language. A good teacher is a good teacher provided he or she is effective to the kids. A good teacher is a teacher, അവർ ഒരു ലൈന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവണം, ലെജിബിളി. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ മലയാളം പറയുന്നത്, ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ മലയാളം പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ മലയാളം പറയുന്ന സ്റ്റൈല്, ഞാൻ മലയാളം പറയുന്ന വേർഡ്സ്, എൻ്റെ വോയിസ്, ഡിക്ഷൻ, പിച്ചസ്, ഇതെല്ലാം മിക്സപ്പ് ചെയ്തിട്ട് ഞാനൊരു മലയാളം അവതരിപ്പിക്കുമ്പോൾ എനിക്ക് 100%, ബിക്കോസ് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ പറയാറുണ്ട്, സാറിൻ്റെ ലാംഗ്വേജ് ഈസ് വെരി വെരി ഗുഡ് ഇൻ മലയാളം. ഇൻഫാക്ട് മലയാളം ഞാൻ പഠിക്കാത്ത ലാംഗ്വേജാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിന് പ്രസൻറ്റബിലിറ്റി വേണം. ഈ 1 വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സായ കുട്ടികൾ സാധാരണ സ്കൂളിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്താ കളയണ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു ചൈൽഡ്ഹുഡ് നഷ്ടപ്പെടുത്തുകയാണ്. പേരൻസിന് അധികം മനസ്സിലാവില്ല. രാവിലെ കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടിലും ഓട്ടോയിലൊക്കെ നിറച്ച് പിള്ളേരെ അയച്ചു വിടുന്നുണ്ട്. എന്താ പറയുക, മറ്റേ കുട്ടികൾ പോകുന്നുണ്ട്. നിങ്ങൾ വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ഈ കുട്ടികൾ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ എന്താ വാല്യൂ, ഇവരെ എത്ര ഇൻ്റലിജൻസ് ഡെവലപ്പ് ആയിരിക്കുന്നത്? ക്യാൻ ദേ സ്പീക്ക്? ഒരു വരി ഇംഗ്ലീഷ് അവർക്ക് പറയാൻ പറ്റുമോ? ഒരു വരി ഹിന്ദി അവർക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് അങ്കിൾ, ഗുഡ് മോർണിംഗ് ആൻറ്റി, ഹൗ ആർ യു ഡൂയിങ്? ഇതൊക്കെ വെളിയിലത്തെ കുട്ടികൾ നോക്കി. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ വരുമ്പോൾ കറ അവിടെ നിന്ന് മുകളിൽ സ്പെഷ്യലായിട്ട് വല്ല ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ടോ? ടീച്ചേഴ്സ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് വിച്ച് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് ദെയർ. ഒന്നും ഇവിടുത്തെ സ്കൂളിൽ അടുത്തുകൂടി അത് പോയിട്ടില്ല. ബിക്കോസ് ടീച്ചേഴ്സാണ് ബേസിക്കലി അത് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ പഠിപ്പിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കും, ബിക്കോസ് ഐ ഹാവ് ബീൻ പ്രിവി ടു സോ മെനി സ്കൂൾ ഇൻ ഇൻ്റർനാഷണൽ ആസ് വെൽ ആസ് നാഷണൽ ലെവൽ. അപ്പോൾ ആസ് എ ഇൻഡിവിജ്വൽ മൈ ലാംഗ്വേജ് ആൻഡ് ഞാൻ പറയുന്ന ഇംഗ്ലീഷും ഞാൻ പറയുന്ന പ്രസൻറ്റബിലിറ്റിയും ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. സോ ദാറ്റ് ഈസ് ഹൗ ഒരു കുട്ടികൾക്ക് ഇത് മനസ്സിലാവുക. അത് കിൻഡർ ഗാർഡൻ ആയാലും സ്കൂൾ ലെവലായാലും ടീച്ചേഴ്സ് ആയാലും. I don't possess subject, but my presentation skill and confidence level is high. ഈ 1.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഈ കുട്ടികൾ ഈ സംഭവത്തിലാണ് തയ്യാറാക്കേണ്ടത്. അത് മിക്കവാറും പാരൻസിന് മനസ്സിലാവില്ല. അത് അവരൊരു വലിയൊരു ബാഗ് ഇട്ടിട്ട് പറഞ്ഞു വിടും, ഡിയർ പേരൻസ്,
ഒന്നാം ക്ലാസ്സിൽ, രണ്ടാം ക്ലാസ്സിലോ, മൂന്നാം ക്ലാസ്സിലല്ല നിങ്ങളുടെ ആ കുട്ടികൾ ഡോക്ടർ, എഞ്ചിനീയേഴ്സ് ആവുക. അവർക്ക് തൻ്റെ ഇടം വേണം, അവർക്ക് ഇൻ്റലിജൻസ് വേണം. ഇൻ്റലിജൻസ് അത് ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ആ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ടീച്ചേഴ്സ്, അത്രയും എക്സ്പീരിയൻസ് ക്ലാസ് റൂംസ്, 1-to-1 ഇൻറ്ററാക്ഷൻസ്, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഗെയിംസ്, അതുമാതിരി തന്നെ അവരെ ഡെയിലി ആയിട്ടൊരു പുതിയ സാധനം പഠിപ്പിക്കുന്ന ഒരു സ്കില്ല് കൊണ്ടുവരിപ്പിക്കാൻ എന്നാലത് പഠിക്കുള്ളൂ. ആൻഡ് പ്ലസ് പഠിപ്പിക്കാൻ ആൾക്കാർ ആരാണ്? അവർക്കേ അറിയില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ഡോണ്ട് നോ മൈ സബ്ജക്ട്, ഐ കാൻ ടീച്ച് മൈ സബ്ജക്ട്. ഇഫ് ഐ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക ആൾക്കാർ? Now, you know that I can speak English. I speak English not only fluently, but legibly എന്ന് ഞാൻ പറയുക. ഫ്ലുവൻ്റ്ലി അല്ല. ഫ്ലുവൻ്റ്ലി is different. Fluently is something that English പറഞ്ഞു ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷേ കറകറാന്ന് A for apple, B for ball, C for cat, D for donkey. That is English speaking. അതല്ല English speaking. Dear friend, there's a letter called A, and for A, there's a fruit called as apple, and it starts with letter A, and that is where you have to speak English. അപ്പോൾ അതിന് you need to have experience and exposure. ജസ്റ്റ് ഒരു പരീക്ഷ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഒരു സ്കൂളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടാൻ പോണില്ല. സ്കൂളിൽ വർക്ക് ചെയ്താൽ കിട്ടും, പക്ഷെ അങ്ങനത്തെ സ്കൂളിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. വേറെ അവിടുത്തെ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കൾച്ചർ എല്ലാം അതേമാതിരി ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്കിത് കിട്ടുള്ളൂ. നക്ഷത്ര പ്രീ സ്കൂളിൽ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ എല്ലാം, ഞാൻ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട്, രാവിലെ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഉഷയുടെ കൂടെ. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. 90% പേരൻസിന് മനസ്സിലാവില്ല. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സിൽ ഈ സംഭവം കയറിയിട്ടേ ഇല്ല. അവരിപ്പോഴും നമ്മുടെ പ്രിമിറ്റീവിലാണ്. ബാഗും തൂക്കിയിട്ട് വാട്ടർ ബോട്ടിൽ ടാറ്റാ ബൈ ബൈ പറഞ്ഞ കുട്ടികൾ പോവുമല്ലോ, കാറിലും ബസ്സിലും ഓട്ടോയിലും. അതാണ് അവരുടെ ജീവിതം. ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സബ്ജക്ട്സ് വരുമല്ലോ കുട്ടികളുടെ ഒപ്പം. അപ്പം നമ്മുടെ കുട്ടികൾ, ബിക്കോസ് വി ഹാവ് ഡെവലപ്ഡ് ദെയർ